അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗീ റൈസും അതിൻ്റെ കൂടെ ഒരു കൂന്തൽ റോസ്റ്റുമാണ്. പിന്നെ ഈ പരിപ്പറിൻ്റെ റെസിപ്പി ഞാൻ താഴെ ലിങ്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. ഇനി ഞാനതൊരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ എടുത്ത് ചൂടായി വരുമ്പം അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് 2 പട്ട, 6 ഗ്രാമ്പു, 4 ഏലക്ക, പിന്നെ നമുക്ക് ഇതിൻ്റെ ഇലയും കൂടെ ഇട്ട് നമുക്കിത് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു അരമുറി സവോളയും കൂടെ അരിഞ്ഞിടാം. സവോള ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇങ്ങനെ ഇടുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ കുക്കായി വരുന്ന സമയത്ത് റൈസ് ഉടഞ്ഞു പോവില്ല, നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ റൈസ് ഒന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 കപ്പ് റൈസിലേക്ക് 2.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വെള്ളമായിട്ട് റൈസ് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എത്രയാണോ നമുക്ക് ഒരു ഇതിന് വേണ്ടത് ആ അളവിന് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെക്കാം. ഇനി ഇതിൻ്റെ പ്രഷർ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വിസിലടിപ്പിക്കാം. അപ്പം 2 വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത്. അപ്പോൾ അത് വിസിലടിക്കുന്ന സമയം നമുക്ക് കൂന്തൽ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് തൊലി കളഞ്ഞ് വെച്ച് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി കൂടിയാണ് ഞാനിത് ചതച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ 2 സവോള എല്ലാം അരിഞ്ഞു വെക്കാം, തക്കാളിയും അതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി വെക്കാം. ശേഷം നമുക്ക് കൂന്തലിൻ്റെ അകഭാഗം ഇതുപോലെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം. പുറം ഓൾറെഡി ക്ലീനാക്കി കിട്ടിയതാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ തലഭാഗത്തുള്ള ഈ കണ്ണെല്ലാം നമുക്ക് എടുത്ത് കളഞ്ഞ് ഇതിൻ്റെ മഷിയെല്ലാം ഒന്ന് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ കൂന്തൽ ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വിസിലടിച്ചതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് എന്ത് ചെയ്യാം, ഇതങ്ങനെ വെച്ച് നമുക്കിതിൻ്റെ പ്രഷർ കളഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തുറക്കാം. അതായത് നമ്മളായിട്ട് പ്രഷർ കളയണം, അല്ലാതെ പ്രഷർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ റൈസ് കട്ട പിടിക്കും. നമ്മൾ ആ പ്രഷർ കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുക്കറിലല്ലാതെ വെക്കുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ നമുക്ക് റൈസ് കിട്ടും. ഇനി ഞാനിതിലേക്കൊരു 1.5 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ റൈസിൽ ഒത്തിരി നെയ്യും ഉണ്ടാവില്ല, നമുക്ക് ആ നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇനി ഒരല്പം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് കൂന്തൽ കട്ട് ചെയ്യാം. അപ്പോൾ കൂന്തൽ ഇതുപോലെ റൗണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂന്തലെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ല കൂന്തലെല്ലാം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മസാല തേച്ച് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലൊരു അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രീസറിൽ ഞാൻ അധികം നേരമൊന്നുമില്ല, ഒരു 2-3 മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൂന്തൽ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം, കൂന്തൽ എപ്പോൾ ഫ്രൈ ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കിതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ കൂന്തൽ ഫുൾ കുക്ക് ചെയ്യുന്നില്ല, ഒരു ഹാഫ് ബോയിലേ ആക്കുന്നുള്ളൂ. കാരണം നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹാഫ് ബോയിൽ എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി അതേ പാനിലോട്ട് തന്നെ ഒരല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി കൂന്തലിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പിടാം. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം സവോള കുക്കായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ ഇതിലേക്ക് ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണം എല്ലാം മാറുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഒരു അല്പം കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കുക്കായി വരുമ്പം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പൊടികൾ നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്, മുളക് പൊടി കുരുമുളക് പൊടി. ഇനി നമുക്കിതെല്ലാം ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കൂന്തളും
സവോളയൊക്കെ പാടെ കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കൂന്തൽ നമ്മൾ ഹാഫ് ബോയിൽ ചെയ്തതുകൊണ്ട് തന്നെ ഈ സമയത്താണ് നമ്മൾ കൂന്തൽ ഒന്നും കൂടെ കുക്കാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് ഈ ഒരു കളറാകുന്ന സമയത്ത് നമ്മൾ ഇതിലൊരു അല്പം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ കൂന്തലൂടെ റെഡി ആയിട്ടുണ്ട്. ഈ നെയ്ച്ചോറും പപ്പടവും പരിപ്പറിയും കൂന്തലും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരണവരെല്ലാവർക്കും താങ്ക് യു.